ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെയും പഴഞ്ചോറിൻ്റെ കൂടെയും അതുപോലെ കപ്പയുടെ കൂടെ കഴിക്കുന്ന നല്ല അടിപൊളി ഒരു അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഇട്ടൊന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ അതിലേക്ക് കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ഗ്രാം കാന്താരി മുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിലൊന്നും വീഴാതെ വേണം നമ്മളിതൊന്ന് ഇളക്കി എടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. കാന്താരി മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ മസാലയായിട്ട് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് മഞ്ഞയ്ക്കാണ് ഇട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചുമന്ന വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ മുളകച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും അതുപോലെ പഴഞ്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നമ്മളിതൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണിത് ഇട്ട് വെക്കേണ്ടത്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.